ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കട്ടോ. നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൽ മാക്സിമം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 46.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ആണ്. അത്രയും ഡിസ്റ്റൻസിനപ്പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, അതിനപ്പുറത്തുള്ള ഗാലക്സിയിൽ നിന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ യൂണിവേഴ്സിന്റെ പ്രായം എന്ന് പറയുന്നത് 13.8 ബില്യൺ ഇയേഴ്സ് ആണ്. ഈ യൂണിവേഴ്സിന്റെ പ്രായവും ഈ 46.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ദൂരം തമ്മിൽ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. എങ്ങനെയാണ് 13.8 ബില്യൺ ഇയേഴ്സ് മാത്രം പഴക്കമുള്ള യൂണിവേഴ്സിൽ നമുക്ക് 46.5 ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ലൈറ്റിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? സത്യത്തിൽ അത്രയും ഡിസ്റ്റൻസിലുള്ള ഗാലക്സികൾക്ക് അത്രയും വർഷത്തെ പഴക്കമില്ല. അത്രയും ദൂരത്തിലാണെന്ന് മാത്രം ആ ഗാലക്സികൾ. എന്തുകൊണ്ടാണ് അത്രയും ദൂരത്തിലാവാൻ കാരണം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നുണ്ട്. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്നത് എഡ്വിൻ ഹബിൾ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആസ്ട്രോണമർ കണ്ടെത്തിയിട്ടുണ്ട് 1920. ഗാലക്സികൾക്ക് റെഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ദൂരെയുള്ള ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ ഗാലക്സികൾ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന് കാരണമായിട്ട് പറയുന്നതാണ് ഡാർക്ക് എനർജി. യൂണിവേഴ്സിൽ 68% ഉള്ളത് ഡാർക്ക് എനർജി ആണെന്നാണ് പറയുന്നത്. ആ ഡാർക്ക് എനർജിയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഗാലക്സികൾ, അതായത് ഗാലക്സികൾക്കിടയിലുള്ള സ്പേസ് വളരെ വേഗത്തിൽ വികസിച്ചു വരുന്നത്, അല്ലെങ്കിൽ അകന്നകന്ന് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ ആൻഡ്രോമഡ എന്ന് പറഞ്ഞ ഗാലക്സി നമ്മുടെ മിൽക്കി വേയുമായിട്ട് കൂട്ടിയിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മെർജ് ആവാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ലോക്കൽ ഗ്രൂപ്പിലുള്ള ഗാലക്സികൾ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം പരസ്പരം മെർജ് ആവുന്നുണ്ട്. മെർജ് ആയതിനു ശേഷം ഈ രണ്ട് ഗാലക്സിയും കൂടി ഒരു വലിയൊരു ഗാലക്സിയായി മാറും. നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ടെന്നാണ് പറയുന്നത്. 2 ലക്ഷം കോടി. ഈ ഓരോ ഗാലക്സിയിലും ബില്യൺ കണക്കിന് സ്റ്റാർസ്, ബില്യൺ കണക്കിന് പ്ലാനറ്റ്സ്. അതിലെ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ സൂര്യൻ എന്ന ഒരു ചെറിയൊരു സ്റ്റാറിനെ ചുറ്റുന്ന ഒരു ബ്ലൂ പ്ലാനറ്റ്, അതിലിരുന്നിട്ടാണ് നമ്മൾ എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല, എൻ്റെ കയ്യിൽ പണമില്ല, എൻ്റെ വിവാഹം നടന്നിട്ടില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് വിഷമിക്കുന്നത്, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മൾ തല്ലുകൂടുന്നത് ഒരു കോസ്മിക് ഡസ്റ്റിൽ ഇരുന്നിട്ടാണ്. ചിന്തിക്കൂ.